ഭക്തിയുടെ നിറവിൽ മഹാശിവരാത്രി ആഘോഷം. പഞ്ചാക്ഷരി മന്ത്രജപവുമായാണ് ഭക്തർ ശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്തത്. ക്ഷേത്രങ്ങളിൽ അഖണ്ഡ നാമജപം, ശയന പ്രദക്ഷിണം, ശിവരാത്രി പൂജ, കാവടി ഘോഷയാത്ര തുടങ്ങിയവയാണ് ശിവരാത്രിയോടനുബന്ധിച്ച് നടന്നത്. ക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. പഞ്ചാക്ഷരി മന്ത്രജപത്തോടെയാണ് ശിവരാത്രി ആഘോഷങ്ങളിൽ ഭക്തജനങ്ങൾ പങ്കുചേർന്നത്. മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി പുണ്യരാവാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. നമശിവായ മന്ത്രജപത്തോടെ ഭക്തർ വ്രതനിഷ്ഠയിൽ ശിവരാത്രി ദിനാചരണം നടത്തുന്നു. പാലാഴി മഥനത്തിനിടെ ഉയർന്നുവന്ന കാളകൂട വിഷം രോഗനന്മയെ മുൻനിർത്തി ഏറ്റുവാങ്ങിയ ശ്രീ പരമേശ്വരനു വേണ്ടി ശ്രീ പാർവതി ദേവി ഉറക്കമളിച്ചു പ്രാർത്ഥിച്ച ദിനം കൂടിയാണ് ശിവരാത്രി ദിനം. ശ്രീ മഹാദേവനെയും ശ്രീ പാർവതിയെയും ആരാധിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ ശിവരാത്രി ദിനം പൂർണ്ണമായി വ്രതാനുഷ്ഠാനത്തിൽ ആചരിക്കുന്നത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിശേഷാൽ ചടങ്ങുകളാണ് ആഘോഷത്തോടനുബന്ധിച്ച് നടന്നത്. അഖണ്ഡനാമജപം, കാവടി ഘോഷയാത്ര, ശയന പ്രദക്ഷിണം, ശിവരാത്രി പൂജ തുടങ്ങിയ ചടങ്ങുകൾ ക്ഷേത്രങ്ങളിൽ നടന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ തന്നെ ഭക്തജന തിരക്കേറിയിരുന്നു. പഞ്ചാക്ഷരി മന്ത്രജപവുമായി നിരവധി ഭക്തരാണ് എത്തിയത്. കക്കയം കിരാതമൂർത്തി ക്ഷേത്രം, കടപ്പൂര് മഹാദേവ ക്ഷേത്രം, ആയാങ്കുടി മഹാദേവ ക്ഷേത്രം, തളിയിൽ മഹാദേവ ക്ഷേത്രം, തിരുനക്കര മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. നമശിവായ മന്ത്രങ്ങൾ ഉരുവിട്ടും എഴുതിയും ഭക്തർ ഭഗവത് പ്രീതിക്കായി പ്രാർത്ഥന നടത്തി. വേഴങ്ങാനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. തന്ത്രിമുഖ്യൻ മുണ്ടക്കൊടിയിലത്ത് വിഷ്ണു നമ്പൂതിരിയുടെയും മേൽശാന്തി അനൂപ് സുരേന്ദ്രന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് 10:30 കലശപൂജയും കലശാഭിഷേകവും നടന്നു. ഉച്ചയ്ക്ക് 12-ന് കാവടി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് കാവടി അഭിഷേകം നടന്നു. മഹാപ്രസാദമൂട്ടും ഉണ്ടായിരുന്നു. പെറയാർ ശിവകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. രാവിലെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രാങ്കണത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിച്ചു. നിരവധി ഭക്തരാണ് കാവടി ഘോഷയാത്രയിൽ പങ്കുചേർന്നത്. ആട്ടക്കാവടി, കൊട്ടക്കാവടി, പൂക്കാവടി തുടങ്ങിയ കാവടികളും കരകാട്ടവും പമ്പമേളവും ചെണ്ടമേളവും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. വൈകിട്ട് കോതക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഭസ്മക്കാവടി ഘോഷയാത്രയും നടന്നു. പഞ്ചാക്ഷരി മന്ത്രജപം, ശിവരാത്രി പൂജ തുടങ്ങിയ ചടങ്ങുകളിലൂടെയാണ് ശിവരാത്രി ആഘോഷങ്ങൾ നടന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാല, ഏറ്റുമാനൂർ.